ഒരാഴ്ചക്കാലം നമുക്ക് ചെയ്യാൻ പറ്റിയ വിറുതുകളെ പറ്റി മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരാഴ്ച എങ്ങനെ? ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, പിന്നെ അടുത്ത ശനി, ഇങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ ദിക്റുകളെ പരിചയപ്പെടുത്തിയിട്ട് ആ ദിക്റുകൾ നിശ്ചിത എണ്ണം ചൊല്ലിയിട്ട് ആ ആഴ്ച അവസാനിക്കുമ്പോൾ അത് മുൻനിർത്തിയിട്ട് ദുആ ചെയ്താൽ ആ ചെയ്ത ദുആ എന്താണോ ചെയ്തത് അതിന് ഫലം കിട്ടുമെന്ന്. അതായത് എന്ത് കാര്യമാണോ ഉദ്ദേശിച്ചിട്ട് ഈ ദിക്റുകളെ ചൊല്ലിയത് ആ കാര്യം നടന്നു കിട്ടുമെന്ന് മുജറബായി പഠിപ്പിക്കപ്പെട്ട, അതായത് ഉറപ്പായും പരീക്ഷിച്ച് ഫലം കിട്ടിയ ഒരു അമൽ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഒരുപാട് ആഗ്രഹങ്ങൾ കൽബിലുള്ളവരാണ്, ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ അമലുകളെ കൊണ്ട് പോലും നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. പക്ഷേ അതിന് സമയം കണ്ടെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇൻഷാ അല്ലാഹ് ഈ ചെറിയ ദിക്റുകൾ, അതായത് ഓരോ ദിവസവും നിശ്ചിത എണ്ണം, കുഞ്ഞൻ ദിക്റുകളാണ് എല്ലാ ദിക്റുകളും, വളരെ ചെറിയ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ കാര്യം നേടിയെടുക്കാൻ, കാര്യം സാധിപ്പിച്ചു കിട്ടാൻ, എത്ര വലിയ മല പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിലും അതൊക്കെ പരിഹരിച്ച് കിട്ടാൻ, എത്ര വലിയ പർവ്വത സമാനമായ ആഗ്രഹങ്ങളാണെങ്കിലും അതൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വിറുത് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ഇന്നു മുതൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ചൊല്ലാം. അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും അത് പൂർത്തിയാകും. വീണ്ടും എന്ത് ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങൾ അങ്ങനെ മുൻനിർത്തിക്കൊണ്ട് ഓരോ ആഴ്ചയും നമുക്കത് ചൊല്ലി നമ്മുടെ ജീവിതത്തിൽ ദായിമാക്കാം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. വീഡിയോ മുഴുവനും കേൾക്കണേ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്യട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? അല്ലാഹു കബൂലാക്കട്ടെ. ലി ഖളാഇൽ ഹാജത്തി വ സഅതി റിസ്ഖി, നമ്മളുടെ ആവശ്യങ്ങൾ, ഹാജത്തുകൾ പൂർത്തിയായി കിട്ടാൻ, അതുപോലെ തന്നെ അല്ലാഹു നമുക്ക് നൽകിയ റിസ്ഖിൽ വിശാലത ഉണ്ടാകാൻ രണ്ട് കാര്യങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ്. ഒന്ന്, നമ്മുടെ കൽബിലെ മുറാദ്, അതായത് നമ്മൾ ഉദ്ദേശിച്ച ഒരു ആവശ്യം അത് പൂർത്തിയായി കിട്ടാൻ. രണ്ടാമത്തത്, നമ്മളുടെ റിസ്ഖ് നമുക്ക് നൽകിയ, അത് സമ്പാദ്യമാകട്ടെ, നമ്മളുടെ കുടുംബമാകട്ടെ, എന്ത് കാര്യമായിക്കൊള്ളട്ടെ, നമുക്ക് ഈ ഭൂമിയിൽ നൽകപ്പെട്ടതെല്ലാം നമ്മുടെ റിസ്ക്കുകളിൽപ്പെട്ടതാണ്. അതിൽ വിശാലത ഉണ്ടാകാൻ. വിശാലത ഉണ്ടാകാന്ന് വെച്ചാൽ എന്താ? നമുക്ക് മതിയായതെല്ലാം നമ്മളിലേക്ക് കിട്ടാൻ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നൊരു വഴി പറഞ്ഞു തരുന്നുണ്ട്. എന്ത്? ഒരാഴ്ചക്കാലം, അതായത് ശനിയാഴ്ച മുതൽ തുടങ്ങി വെള്ളിയാഴ്ച അവസാനിക്കുന്ന ഒരാഴ്ച കാലം നമ്മൾ ഈ പറയുന്ന ചെറിയ കുഞ്ഞൻ ദിക്റുകൾ നിശ്ചിത എണ്ണം ചൊല്ലിയിട്ട് വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച് ആ ദിവസം പൂർത്തിയാകുമ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിയിട്ട് നമ്മളുടെ ആവശ്യം അങ്ങോട്ട് പറഞ്ഞാൽ, നമ്മളുടെ ആവശ്യം റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ ആവശ്യമാണെങ്കിലും അത് പൂർത്തിയാക്കി തരും. എത്ര വലിയ ഹാജത്താണെങ്കിലും അത് നിറവേറ്റി തരും. പക്ഷേ ചൊല്ലുന്ന സമയത്ത് ഇഖ്ലാസോടെ, നിഷ്കളങ്കമായ കൽബോട് കൂടിയിട്ടാവണം ചൊല്ലേണ്ടത്. പല ആളുകളും, ഞാൻ ഈ പറയുന്ന കൂട്ടത്തിൽ പറയാണ്, പല ആളുകളും ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും മദ്ഹുകളും ഒക്കെ ഇങ്ങനെ ചൊല്ലിയിട്ട് ദുആ ചെയ്യും, പക്ഷേ ദുആ സ്വീകരിക്കുന്നില്ല. പലപ്പോഴും എന്നോട് അടക്കം പരാതി, ഒരു സങ്കടം പറഞ്ഞു, സാർ എത്ര ദിക്റ് ചൊല്ലി, എത്ര ദുആ ചെയ്തു, പക്ഷെ ഒന്നും അങ്ങോട്ട് നടന്നു കിട്ടുന്നില്ല എന്ന്. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് മനസ്സിലാക്കിക്കോ, നമ്മൾ ചെയ്ത എന്തോ ഒരു പാളിച്ച കൊണ്ടാണ്, നമ്മൾ ചെയ്തതിൽ വന്ന എന്തോ ഒരു ഫാൾട്ട് കൊണ്ടാണ് എന്ത് ചെയ്തത്, അത് നമുക്ക് ഹൈറായി കിട്ടാത്തതല്ലേ, സാധിപ്പിച്ചു കിട്ടാത്തത്. നല്ല കൽബോടുകൂടി, ഖിലാസോട് കൂടിയിട്ട്, ആരെയും ബോധ്യപ്പെടുത്താനോ ആരെയും ഉപദ്രവിക്കാനോ നമ്മുടെ ഒരു കാര്യം നടന്നു കിട്ടണം. നല്ല കൽബോട് കൂടിയിട്ട് ചെയ്തോ, ഉറപ്പായും ഫലം കിട്ടും. ഈ സാധുവായ എനിക്കും ഉറപ്പായും ഫലം കിട്ടിയ അനുഭവം ഉള്ള ഒരു സംഗതി ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും റാഹത്താക്കി തരട്ടെ. അപ്പോൾ കൽബിലെ ആ മുറാദുകളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ച ദിവസം മുതൽ വെള്ളിയാഴ്ച ദിവസം വരെ ദിവസവും 1000 തവണ ചൊല്ലണം. ഈ പറയുന്ന ദിക്റുകളെല്ലാം തന്നെ അൽഫ മറത്തിൻ 1000 തവണ ചൊല്ലണം. പക്ഷേ വലിയ ദിക്റുകളൊന്നുമല്ല, വളരെ ചെറിയ കുഞ്ഞൻ ദിക്റുകളാണ്. എല്ലാം ചെറിയ ദിക്റുകളാണ്. നമുക്ക് ഒറ്റ ശ്വാസത്തിൽ ചൊല്ലി തീർക്കാൻ പറ്റും. ശ്വാസം പറയുമ്പോൾ നീട്ടി വലിച്ച് ചെല്ലണ്ട, ഒറ്റ കുറഞ്ഞ സെക്കൻഡ്, 1-2 സെക്കൻഡ് കൊണ്ട് ആ ദിക്റ് കഴിയും. അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ചൊല്ലാൻ പറ്റിയ അത്ഭുതപ്പെടുന്ന ദിക്റുകൾ. അത് യൗമുസ്സബത്ത്, യഖറഉ യൗമുസ്സബത്ത്, ശനിയാഴ്ച ദിവസം ചൊല്ലണം. അൽഫ മറത്തിന് എത്ര തവണ? 1000 തവണ. തുടങ്ങേണ്ടത് സ്വലാത്തു കൊണ്ടാണ്. 1000 തവണ ശനിയാഴ്ച ദിവസം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, അത്രേ ഉള്ളൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ. ഇങ്ങനെ എന്ത് ചെയ്യുക, ആ ഒരു ദിക്ർ അൽഫ മറത്തിന് 1000 തവണ ഏത് ദിവസം? ശനിയാഴ്ച ദിവസം ചൊല്ലണം.
ഇൻഷാ അല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഇന്നത്തെ ദിവസം 1000 തവണ ചൊല്ലാൻ അതിന് വേണ്ടിയിട്ട് മെനക്കെട്ട്. ഇപ്പോൾ ഇന്ന് തുടങ്ങുന്നില്ല എങ്കിൽ എത്തിയ അടുത്ത ശനിയാഴ്ചത്തേക്ക് അതൊന്നും നമ്മൾ തയ്യാറായിട്ട് ഇൻഷാ അല്ലാ എൻ്റെ ഇന്ന ആവശ്യം, മക്കളുടെ വിവാഹം നടക്കാനുണ്ട്, അല്ലെങ്കിൽ ജോലി ശരിയാകാനുണ്ട്, അല്ലെങ്കിൽ കടബാധ്യത തീരാനുണ്ട്, അല്ലെങ്കിൽ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനുണ്ട്, വീട് പണി പൂർത്തിയാകാനുണ്ട്, എന്തായിക്കോട്ടെ നമ്മുടെ ആവശ്യം എന്താണോ അതങ്ങോട്ട് മനസ്സിൽ കരുതിക്കൊണ്ട് ഇൻഷാ അല്ലാ തുടങ്ങാം. ഒരാഴ്ച നമുക്കൊന്ന് മെനക്കെടാം, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ. ഇൻഷാ അല്ലാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത് വയൗമൽ അഹദി, ഞായറാഴ്ച ദിവസം. അടുത്ത നാളത്തെ ദിവസം എന്ത് ചെയ്യണം? അൽഫ മറത്തിന് 1000 തവണ ചൊല്ലണം യാ റബ്ബൽ ആലമീൻ. എത്ര എളുപ്പമുണ്ട്. യാ റബ്ബൽ ആലമീൻ, 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 യാ റബ്ബൽ ആലമീൻ. സിമ്പിളായിട്ട് അല്ലേ? 1000 തവണയൊക്കെ തീരുന്ന അറിയാനില്ല, വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റും ഇൻഷാ അല്ലാ. അപ്പോൾ എണ്ണം വെച്ചിട്ട് അത് പൂർത്തിയാക്കാം. ഇനിയോ വയൗമൽ ഇസ്നൈനി, തിങ്കളാഴ്ച ദിവസം. തിങ്കളാഴ്ച ദിവസം ചൊല്ലണം അൽഫ മറത്തിന് 1000 തവണ യാദൽ ജലാലി വല്ലിക്കറാം, യാദൽ ജലാലി വല്ലിക്കറാം, യാദൽ ജലാലി വല്ലിക്കറാം, യാദൽ ജലാലി വല്ലിക്കറാം, യാദൽ ജലാലി വല്ലിക്കറാം. എളുപ്പത്തിൽ ചെല്ലാൻ പറ്റൂലേ? പറ്റും ഇൻഷാ അല്ലാ. അടുത്ത ദിവസം വയൗമ സലാസ, ഏത് ദിവസം? ചൊവ്വാഴ്ച ദിവസം ചൊല്ലണം അൽഫ മറത്തിൻ 1000 തവണ യാ ഖാദിയൽ ഹാജാത്ത്, യാ ഖാദിയൽ ഹാജാത്ത്, യാ ഖാദിയൽ ഹാജാത്ത്, യാ ഖാദിയൽ ഹാജാത്ത്, യാ ഖാദിയൽ ഹാജാത്ത്. സിമ്പിൾ. യാ ഖാദിയൽ ഹാജാത്ത്, ഇതിൻ്റെയൊക്കെ അർത്ഥം ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ചൊവ്വാഴ്ച ദിവസം അത് ചെല്ലണം. വയൗമൽ അർബിഅ, ബുധനാഴ്ച ദിവസം ചൊല്ലണം എന്ത്? അൽഫ മറത്തിന് 1000 തവണ യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ, യാ അർഹമർ റഹീമീൻ. ഇതൊക്കെ ചെല്ലാൻ പാടാണ് എന്ന് പറയുന്ന ആളുകളൊന്ന് ആലോചിച്ച് നോക്കി. ഇത്രയൊക്കെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റും. യാ അർഹമർ റഹീമീൻ. ഇനിയോ വയൗമൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം ചൊല്ലണം അൽഫ മറത്തിന് 1000 തവണ യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഏതെങ്കിലും ഒരു അരമണിക്കൂർ നമ്മൾ അതിന് വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ, അരമണിക്കൂറൊന്നും വേണ്ടി വരില്ല, എന്നാലും കുറഞ്ഞ ഒരു അരമണിക്കൂർ മെനക്കെട്ട് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ഇൻഷാ അല്ലാ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയോ വയൗമൽ ജുമഅ, അവസാനത്തെ ദിവസം 7ാമത്തെ ദിവസം ചൊല്ലണം അൽഫ മറത്തിന് 1000 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഈ പറഞ്ഞ ദിക്റുകളിൽ ഒരല്പം വലുത് അതന്നെ ഉള്ളൂ, എൻ്റെ വലിപ്പം അത്രേ ഉള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഇനി ആലോചിച്ച് നോക്കി, ഈ ഒരു ദിക്റുകൾ, ഈ ഒരു കുഞ്ഞൻ ദിക്റുകൾ ഒരാഴ്ച 1000 തവണ വീതം ഓരോ ദിവസവും ചൊല്ലിയിട്ട് അയാൾ അദ്ദേഹത്തിൻ്റെ ആവശ്യം പറയാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ അവിടെ ഒന്നും വ്യത്യാസമൊന്നുമില്ല, ആര് പറഞ്ഞാലും അള്ളാഹു കേൾക്കും. കൈ ഉയർത്തിയിട്ട് റബ്ബേ എൻ്റെ ഇന്ന ആവശ്യങ്ങളുണ്ട് അല്ലാ, ഇന്ന മുറാദുകളുണ്ട് റബ്ബേ, നീ ഒന്ന് പൂർത്തിയാക്കി തരണേ അല്ലാ, നീ ഒന്ന് ഏറ്റെടുത്ത് തരണേ അല്ലാ, നീ ഒന്ന് നടത്തി തരണേ അല്ലാ, കടങ്ങൾ തീർത്ത് തരണേ അല്ലാ, ഞങ്ങളുടെ മക്കളുടെ വിവാഹം പെട്ടെന്ന് ശരിയാക്കി തരണേ, എന്താ ജോലി റെഡിയാക്കി തരണേ, എന്താണോ ആവശ്യം അതെന്ത് ചെയ്യുക അങ്ങോട്ട് മനസ്സുരുക്കി അങ്ങോട്ട് റബ്ബിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആവശ്യത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖലല്ലാഹു ലഹു ഹാജത്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയുടെ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ അവിടുന്ന് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അവർക്ക് ഉറപ്പ് കിട്ടിയ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എന്താണ് നമ്മൾ ചോദിച്ചത്? ആദ്യം ശനിയാഴ്ച ദിവസം നമ്മൾ ചോദിച്ചത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വാലി മുഹമ്മദ്, അള്ളാഹുവെ ഹബീബായ നബി തങ്ങളുടെ മേലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും നീ സ്വലാത്ത് വർഷിപ്പിക്കണേ അല്ലാ. കഴിഞ്ഞ ദിവസം നമ്മൾ ആ സ്വലാത്തിൻ്റെ മഹത്വം തന്നെ പറഞ്ഞു. കേൾക്കാത്ത ആളുകൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒന്ന് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ, നബിയുടെയും കുടുംബത്തിൻ്റെയും മേലുള്ള സ്വലാത്തിൻ്റെ മഹത്വം നമ്മൾ പറഞ്ഞു. ശനിയാഴ്ച ദിവസം ഒരാൾ അത് ചൊല്ലി 1000 തവണ. ഇനിയോ തിങ്കളാഴ്ച ദിവസം ഞായറാഴ്ച ദിവസം ഒരാൾ യാ റബ്ബൽ ആലമീനാണ് ചൊല്ലുന്നത്. എന്താണ്? സർവ്വ ലോകങ്ങളുടെയും രക്ഷിതാവാകുന്ന അള്ളാഹ്, ഈ എന്നെയും ഈ ദുനിയാവും അതുപോലെ ഇവിടുത്തെ സകല പ്രശ്നങ്ങളും മറ്റ് സുഖാഡംബരങ്ങളെല്ലാം പഠിച്ചത് അള്ളാഹുവാണ്. അപ്പോൾ ആ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയാം യാ റബ്ബൽ ആലമീൻ, യാ റബ്ബൽ ആലമീൻ. മൂന്നാമത്തെ ദിവസം തിങ്കളാഴ്ച ദിവസം ചൊല്ലി എന്താ? യാദൽ ജലാലി വല്ലിക്രം, മഹത്വമുടയ വളർമയുടയവനായ അള്ളാഹ്, ബഹുമാനമുടയവനായ അള്ളാഹ്, ജലാലത്ത് വലിയ പദവി ഉയർന്ന മഹത്വമുടയവനായ അള്ളാഹ്, ഇതാണ് അള്ളാഹുവിനെ വിളിക്കുകയാണ്. അടുത്ത ചൊവ്വാഴ്ച ദിവസം ചൊല്ലുന്നത് യാ ഖാദിയൽ ഹാജാത്ത്, ആവശ്യങ്ങളെ പൂർത്തീകരിച്ച് നൽകുന്നവനായ അള്ളാഹ്, ആവശ്യങ്ങളെ പൂർത്തീകരിച്ച് നൽകുക. ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് പൂർത്തീകരിച്ച് നൽകുന്നവൻ അള്ളാഹ് നീയാണ്. അത് പറയുകയാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ. അടുത്തത് ബുധനാഴ്ച ദിവസം പറയുന്നത് യാ അർഹമർ റാഹിമീൻ, കരുണ ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും വലിയ കരുണാവാരിധിയായ കരുണ ചെയ്യുന്നവനായ അള്ളാഹ്, കരുണ ചെയ്യുന്ന റഹ്മത്ത് ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ റാഹിമായ റഹ്മാനായ അള്ളാഹ്, അതാണ് വിളിക്കുന്നത് യാ അർഹമർ റാഹിമീൻ. അടുത്തത് വ്യാഴാഴ്ച ദിവസം പറയുന്നത് യാ ഹയ്യു യാ ഖയ്യൂം, ഹയ്യും ഖയ്യൂമുമായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും നിലനിൽക്കുന്നവനുമായ അള്ളാഹ്. അള്ളാഹുവിനൊരു പതനമില്ലല്ലോ, അള്ളാഹു നശിച്ചു പോകുക എന്നുള്ള സംഗതിയില്ലല്ലോ, അള്ളാഹു മരിക്കുക എന്നുള്ളതില്ലല്ലോ, അള്ളാഹു കാലാകാലം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അള്ളാഹുവിന് കാലം ഒരു വിഷയമല്ല, കാലം അള്ളാഹുവിനെ ബാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം അള്ളാഹുവിന് അല്ലെങ്കിൽ കഴിഞ്ഞ ഈ ഒരു വർഷം ന്യൂ ഇയർ ആയപ്പോഴത്തേക്ക് അള്ളാഹുവിന് 1 വയസ്സും കൂടെ കൂടി, അങ്ങനെ ഉണ്ടോ? ഇല്ല.
അള്ളാഹുവിന് വയസ്സാകുന്ന ഒരു പരിപാടിയില്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം കാലം ബാധകമേ അല്ല. അവൻ കാലാകാലത്തേക്കുള്ളതാണ്. അള്ളാഹു പണ്ടേ ഉള്ളവനാണ്. ഇനി അവസാനമില്ലാതുണ്ടാകുന്നവനാണ്. അതുകൊണ്ട് എന്തില്ല, റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറിൻ്റെ ഒരു വിഷയം നമുക്ക് ബേജാറാവേണ്ട ആവശ്യമില്ല. ഇതങ്ങനെ അള്ളാഹു അങ്ങനെ തീർന്നു പോകുമെന്ന്, നമ്മുടെ കാര്യം നടത്തി തരുന്നതിന് മുമ്പ് റബ്ബങ്ങാണം മരിച്ചു പോകുമെന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട. യാ ഹയ്യു യാ ഖയ്യൂം, അള്ളാഹു എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അടുത്ത നമ്മൾ വെള്ളിയാഴ്ച ദിവസം അത് പൂർത്തീകരിക്കുന്നത് ഏത് ദിക്ർ കൊണ്ടാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. വലിയ പവറുള്ളൊരു ദിക്റാണത്. ആ ദിക്റിൻ്റെ മഹത്വം മാത്രം പറഞ്ഞ എത്രയോ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയോളം പറയാനുണ്ട് ആ വീഡിയോ. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിൽ അതിൻ്റെ മഹത്വം ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ഹക്കായ, മലിക്കായ, രാജാവായ, വ്യക്തമായ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുന്നവനായ, അല്ലെങ്കിൽ പകലുപോലെ വെളിച്ചമായ വ്യക്തമായ അള്ളാഹ്. അള്ളാഹു അവ്യക്തമായതല്ല, അള്ളാഹുവിനെ കാണാൻ പറ്റുന്നില്ലല്ലോ നമുക്ക്. പക്ഷേ അള്ളാഹു എന്ന ആ ഒരു ജലാലത്ത്, അതെന്താണ്? അള്ളാഹുവിൻ്റെ ആ വലിയ അത്ഭുതം, അള്ളാഹു എന്ന ആ ഒരു പ്രകാശം നമുക്കൊക്കെ അനുഭവിച്ചറിയാൻ കഴിയുന്നത് ഈ സൃഷ്ടിചരാചരങ്ങൾ നോക്കിയാൽ റബ്ബുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അള്ളാഹുവിൻ്റെ ആ അലാമത്തുകൾ, അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. ഇല്ലേ? ഞാനും നിങ്ങളൊക്കെ ആ തെളിവുകളിൽപ്പെട്ടൊരു തെളിവ് മാത്രമാണ്. ഒരു കേവലം ചെറിയൊരു തെളിവ് മാത്രമാണ്. ഒരു കടുകുമണി പോലും വലിപ്പമില്ലാത്ത തെളിവ് മാത്രമാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ സൃഷ്ടിചരാചരങ്ങൾ നോക്കിയാൽ കോടാനുകോടി വരുന്ന നക്ഷത്രങ്ങൾ, ആ നക്ഷത്രങ്ങൾ തന്നെ നമ്മുടെ ഭൂമിയുടെയൊക്കെ എത്രയോ 10 മടങ്ങ് വലിപ്പമുള്ളതുണ്ട്. എത്രയോ വലിയ ഗ്യാലക്സികളുണ്ട്. മിൽക്കി വേ അതിൽപ്പെട്ടൊരു ഗ്യാലക്സി മാത്രമാണ് നമ്മൾ വസിക്കുന്നത്. വളരെ ചെറിയ ആ ഗ്യാലക്സി അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ച പടപ്പുകളിൽ നിസാരമായൊരു സംഗതിയാണ് നമ്മൾ ഈ ജീവിക്കുന്ന ഭൂമി. അതിലേറ്റവും നിസാരന്മാരായ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വിഷയമേ അല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു വിഷയം, അതൊരു മാറ്ററേ അല്ല എന്നൊക്കെ പറയില്ലേ. അതുകൊണ്ട് എന്ത് ചെയ്യാം, മലിക്കായ, അതുപോലെ ഹക്കായ അള്ളാഹ് അല്ലേ, ആ റബ്ബിനെ വിളിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അവനല്ലാതെ മറ്റാരുമില്ല. ഇങ്ങനെ ഈ ദിക്റുകളിൽ കുഞ്ഞു ദിക്റുകൾ ഒരാഴ്ചക്കാലം ചൊല്ലിയിട്ട് അവൻ്റെ ആവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യം പൂർത്തീകരിച്ച് നൽകും. ചൊല്ലിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ അള്ളാഹ് ഭാഗ്യം നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഇൻഷാ അല്ലാഹ്. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും, അത് കാരണം നമുക്കും കൂലി ലഭിക്കും. അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇൻഷാ അല്ലാഹ്. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.